ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ് വിസ ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. 2026 ഫെബ്രുവരിയിലേക്കുള്ള ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻടേക്ക് വരുന്നത് 2026 ഫെബ്രുവരിയിലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് യൂണിവേഴ്സിറ്റി ലിസ്റ്റാണ്. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽ 2-ലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ PR കിട്ടി ഏറ്റവും വേഗം സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്. പല പാരൻസും ഡെസ്മ ഇന്റർനാഷണൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ട്യൂഷൻ ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നുള്ളത്. ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം ലെവൽ 2-ലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വൊളോങ്കോങ്. ട്യൂഷൻ ഫീസ് വരുന്നത് ഏകദേശം 34,000 ഓസ്ട്രേലിയൻ ഡോളർ ആണ്. ഇത് പെർ ഇയർ ട്യൂഷൻ ഫീസ് ആണ്. കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. യൂണിവേഴ്സിറ്റി 10% to 30% സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ്. അതായത് +2-ന് കുട്ടിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം 30% വരെ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇയർലി ഏകദേശം ഒരു 19 lakhs ഒക്കെ ആയിരിക്കും ട്യൂഷൻ ഫീസ് വരുന്നത്. 3 വർഷത്തെ കോഴ്സിന് ഏകദേശം 57 lakhs ആയിരിക്കും വരിക. ഇനി ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കുകയാണെങ്കിൽ +2 കംപ്ലീറ്റഡ് ആയിരിക്കണം, മിനിമം 70% എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം. +2-ല് ബയോളജി മസ്റ്റ് ആണ്. 2 year ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്. 2 വർഷം മുമ്പ് വരെ +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗിന്റെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. IELTS സ്കോർ റൈറ്റിംഗിന് 6.5-ഉം ബാക്കി 3 മൊഡ്യൂൾസിനും 7 ആണ് യൂണിവേഴ്സിറ്റി ഓഫ് വൊളോങ്കോങ് ചോദിക്കുന്നത്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 4 years സ്റ്റേ ബാക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. വീക്ക്ലി 24 hours ആണ് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫോർട്ട്നൈറ്റ്ലി നോക്കുകയാണെങ്കിൽ 48 hours ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് വൊളോങ്കോങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. IELTS ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാൾസ് സ്റ്റാർട്ട് യൂണിവേഴ്സിറ്റിയിലെ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ് ഡീറ്റെയിൽസ് ആണ്. കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 years ആണ് വരുന്നത്. കോഴ്സ് ഫീസ് 34,640 ഓസ്ട്രേലിയൻ ഡോളർ ആണ് പെർ ഇയർ വരിക. 3 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 56 മുതൽ 57 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. 10% to 30% സ്കോളർഷിപ്പ് ടോട്ടൽ ട്യൂഷൻ ഫീസിൽ നിന്ന് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതും മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ +2-ന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും സ്കോളർഷിപ്പ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുക. ചാൾസ് സ്റ്റാർട്ട് യൂണിവേഴ്സിറ്റിയും 2 year ഗ്യാപ്പ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ 2 വർഷം മുമ്പ് വരെ +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ആപ്ലിക്കേഷൻസ് ഇടാവുന്നതാണ്. ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരി 2026-ഉം ജൂലൈ 2026-ഉം ആണ്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 4 years സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. ഡ്യൂറിങ് കോഴ്സ് ടൈം കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കോഴ്സസ് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബും ഈസി ആയിട്ട് കിട്ടും. 48 hours ആണ് ഫോർട്ട്നൈറ്റ്ലി പാർട്ട് ടൈം ജോബ് ലീഗലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വീക്ക്ലി നോക്കുവാണെങ്കിൽ 24 hours ആണ്. +2-ല് ബയോളജി മസ്റ്റ് ആണ്. 70% മാർക്കും ആവശ്യമുണ്ട്. അടുത്തതായി ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി. ഇവിടെയും ഏകദേശം 34,000 ഓസ്ട്രേലിയൻ ഡോളർ ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. 3 വർഷത്തെ കോഴ്സിന് ഏകദേശം 56 ലക്ഷം രൂപ മുതൽ 58 ലക്ഷം രൂപ വരെയാണ് കോസ്റ്റ് വരിക. സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആയിരിക്കും. 10% to 30% സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് സ്കോർ IELTS ആണെങ്കിൽ 6.5 റൈറ്റിങ്ങിനും ബാക്കി 3 മൊഡ്യൂൾസിന് 7 വേണം. അക്കാഡമിക് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. IELTS ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരി 2026-ഉം ജൂലൈ 2026-ഉം ആണ്. 2 വർഷം വരെ ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്. ബട്ട് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ലാട്രോബ് യൂണിവേഴ്സിറ്റി. ലാട്രോബ് യൂണിവേഴ്സിറ്റിയിലും ട്യൂഷൻ ഫീസ് വരുന്നത് 19 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപയാണ് പെർ ഇയർ വരിക.
3 വർഷത്തെ കോഴ്സാണ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. 24 hours ആണ് പാർട്ട് ടൈം ജോബ് വീക്ക്ലി ചെയ്യാൻ പറ്റുക. ഫോർട്ട്നൈറ്റ്ലി 48 hours ആയിരിക്കും. 2 ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്. +2 70% മാർക്ക് വേണം. ബയോളജി സബ്ജക്ട് മസ്റ്റ് ആണ്. അടുത്തതായി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സൺഷൈൻ കോസ്റ്റ്. ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് അവിടെയും 3 years ആണ് വരിക. 3 വർഷത്തെ കോഴ്സിന് പെർ ഇയർ 20 lakhs ആണ് കോഴ്സ് ഫീസ് വരിക. ടോട്ടൽ ഫീസ് ഏകദേശം 56 ലക്ഷം രൂപ മുതൽ 58 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. +2 എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര ഓസ്ട്രേലിയൻ ഡോളർ സ്കോളർഷിപ്പ് തരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. +2 ബയോളജി മസ്റ്റ് ആണ്. 70% മാർക്ക് വേണം. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടാവുന്നതായിരിക്കും. പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ് വിസയിൽ 24 hours ആണ് വീക്ക്ലി പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുക. ഫോർട്ട്നൈറ്റ്ലി നോക്കുമ്പോൾ 48 hours ലീഗൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി വരുന്നത് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. ട്യൂഷൻ ഫീസ് ഏകദേശം 20 ലക്ഷം രൂപയാണ് പെർ ഇയർ വരുന്നത്. 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും. സ്റ്റേ ബാക്ക് അപ് ടു 4 years അവൈലബിൾ ആണ്. +2 ബയോളജി മസ്റ്റ് ആണ്. 70% മാർക്കും വേണം. 10% to 30% സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. IELTS സ്കോർ നോക്കുകയാണെങ്കിൽ റൈറ്റിംഗിന് 6.5 ബാക്കി 3 മൊഡ്യൂൾസിന് 7 വേണം. IELTS അക്കാഡമിക് ആണ് അക്സെപ്റ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 2026 ജൂലൈ 2026 ഇൻടേക്ക് ഉണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാത്ത കാൻഡിഡേറ്റ് ആണെങ്കിലും കണ്ടീഷണൽ ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസൽ. ഈ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത 6 യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ട്യൂഷൻ ഫീസ് കൂടുതലാണ്. 42,550 ഓസ്ട്രേലിയൻ ഡോളർ ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരിക. ഏതാണ്ട് 25 ലക്ഷം രൂപ. 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 60 lakhs എബോവ് എന്തായാലും വരുന്നുണ്ട്. സ്കോളർഷിപ്പും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. സ്കോളർഷിപ്പ് കൂടാതെ ഏകദേശം 75 lakhs ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. 10% to 30% മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. +2 ബയോളജി എടുത്തിരിക്കണം. 70% മാർക്ക് മാൻഡേറ്ററി ആണ്. 2 ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് വരുന്നത്. പാർട്ട് ടൈം ജോബ് ഫോർട്ട്നൈറ്റ്ലി 48 hours ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത യൂണിവേഴ്സിറ്റീസ് എല്ലാം ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടുത്തെ ഫീസ് ബാക്കി യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. കുറെ സ്റ്റുഡൻസ് ഇവിടെ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ഓസ്ട്രേലിയയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ RN എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കിട്ടാനായിട്ട് ഒരു പാടും ഉണ്ടാവുകയില്ല. BSc നഴ്സിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈസിയായി പാർട്ട് ടൈം ജോബ് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ കൗൺസിലിങ്ങിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.